നമസ്കാരം ഫ്രണ്ട്സ്, മലയാളി സേഫ്റ്റി ഗുരു എന്ന ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് ഈ ചാനലിൻ്റെ ബെൽ ഐക്കൺ അമർത്തി എല്ലാം നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അലേർട്ട് ആകുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. ഒരു സേഫ്റ്റി ഓഫീസറിന് ക്വാളിഫിക്കേഷൻ സ്കിൽസ് അഥവാ ജോബിൽ വേണ്ട സ്കിൽസിനെ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ പാർട്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നെക്സ്റ്റ് വേണ്ട സ്കിൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്കില്ലാണ്. യെസ്, കമ്പ്യൂട്ടർ സ്കിൽ നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. നമുക്ക് പല റിപ്പോർട്ടുകൾ അവിടെ അയക്കേണ്ടി വരും, പല പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കേണ്ടി വരും, നമുക്ക് വേർഡിൻ്റെ ആവശ്യം വരുന്നുണ്ട്, നമുക്ക് എക്സലിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം തരത്തിലുള്ള ഓരോ ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് നല്ല പരിചയം വേണം. നല്ലൊരു മെയിൽ അയക്കാനായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം. ഈ റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ സ്കിൽസിൻ്റെ ആവശ്യം നമുക്ക് വേണ്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാം പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. അഥവാ നമ്മൾ ഒരു പ്രശ്നത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. മിക്ക സൈറ്റിലുമുള്ള ഒരു കോമൺ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു കോമൺ ട്രെൻഡ് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ സേഫ്റ്റി ഓഫീസർ അഥവാ ആ ഒരു ഏരിയയിലുള്ള അതാത് സേഫ്റ്റി ആണെങ്കിൽ അവരുടെ പ്രശ്നം ആ തലയിൽ നിന്നും ആ പ്രശ്നം അവർ മറ്റുള്ള വ്യക്തിയുടെ തലയിലേക്ക് ഇടാനായിട്ട് നോക്കും. ഇവിടെ ഒരു ബ്ലെയിം കൾച്ചർ അവിടെ ഡെവലപ്പ് ആകുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ അത് എൻ്റെ തെറ്റുകൊണ്ടല്ല, ഞാൻ അങ്ങനെ പോയപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്, ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞായിരുന്നു എന്നിട്ടും അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല എക്സ്ക്യൂസുകൾ വച്ചിട്ട് അവിടെ ആ ഒരു പ്രശ്നം അവർ തട്ടിക്കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കമ്പനികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഈ ഇഷ്യൂ ഹാൻഡിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെ ആ ഒരു ഇഷ്യൂ വീണ്ടും ഉണ്ടാകുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് അവർ നോക്കുന്നത്. സോ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സോൾവ് ചെയ്യുന്നു. ആ സോൾവ് ചെയ്യുന്നത് ക്ലയൻ്റ് അറിഞ്ഞാലും ആരൊക്കെ അറിഞ്ഞാലും നിങ്ങളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. വലിയൊരു എസ്കലേഷൻ ലെവലിലേക്ക് പോകാതിരിക്കാൻ, അതായത് ബേസിക്കലി കമ്പനീസ് നോക്കുന്നത് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇഷ്യൂ അതാത് സൈറ്റിൽ തന്നെ റിസോൾവ് ആകണം എന്നുള്ളതാണ്. അതായത് മാനേജ്മെൻറ്റ് ലെവലിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതും കൂടി അവരുടെ മനസ്സിലുണ്ട്. സോ ഇത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതും കൂടി നോക്കും. ഏറ്റവും കൂടുതൽ കമ്പനീസ് നോക്കുന്നൊരു സ്കില്ല് കൂടിയാണത്. സോ ഇത്തരം തരത്തിൽ ആ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്ന സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ആറാമത്തെ നമുക്ക് പറയാം നല്ല രീതിയിലുള്ള ഒബ്സർവേഷൻ സ്കില്ല്. നിങ്ങളുടെ ആ വർക്ക് പ്ലേസ് എൻവയൺമെൻറ്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കണം. ബേസിക്കലി നിങ്ങൾ ആ ഒരു സൈറ്റിൽ എന്തൊക്കെ ഹസാർഡുകളുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നടക്കുന്നത്, ആ ഓരോ ആക്ടിവിറ്റീസിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, ആ പൊട്ടൻഷ്യലായിട്ടുള്ള ഹസാർഡുകൾ എന്തൊക്കെയാണ്, വർക്ക് പ്ലേസിൽ വാക്ക് ത്രൂ നടത്തുക, ഇൻസ്പെക്ഷൻ നടത്തി നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലുകൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് കൂടെയാണ് അവർ നോക്കുന്നത്. സോ ഈ ഒരു മെത്തേഡുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കൂടി നമ്മൾ നോക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഒരു സ്കിൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചില ടാസ്കുകൾ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഒരേ സമയം തന്നെ നമുക്ക് സൈറ്റിൽ ഇൻസ്പെക്ഷൻ നടത്തുകയും അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് നമുക്ക് ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാനുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാം. സോ ഇതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, ആ ഹാൻഡിൽ ചെയ്യുന്ന മൾട്ടിപ്പിൾ ടാസ്കുകൾ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും കൂടിയും അവർ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. സോ ഇത്തരം തരത്തിലുള്ള സ്കില്ലുകളും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നല്ല ഒരു റിലേഷൻ സ്കില്ല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് വർക്കേഴ്സുമായിട്ടും മാനേജേഴ്സുമായിട്ടും നമ്മളുടെ അതേ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ അതേ ഡെസിഗ്നേഷൻസിലുള്ള ഓരോ സ്റ്റാഫുകളുമായിട്ടും നമ്മൾ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. ഒട്ടുമിക്കപ്പോഴും നിങ്ങൾക്കറിയാം, സേഫ്റ്റി ഓഫീസേഴ്സിനെയോ അല്ലെങ്കിൽ സേഫ്റ്റിക്കാരെയോ പൊതുവെ സൈറ്റിൽ ബാക്കിയുള്ള ടെക്നിക്കൽ ടീം കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു നമ്മളെ ഒരു വല്ലാത്ത ഒരു ദേഷ്യം അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ദാ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ഇതുണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ അവരുടെ വർക്കിനെ ഇൻട്രപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ അത് അവരുടെയും കൂടിയും തെറ്റുകൊണ്ട് ആയിരിക്കാം. ചിലപ്പോൾ നമ്മളും ഇതേപോലെ ഓവറായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഡിസിഷൻ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. സോ ഈ റിലേഷൻ നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ അത് ഒരിക്കലും ആ റിലേഷൻ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. സോ കാര്യം പോലെ തന്നെ നമ്മൾ ഡീല് ചെയ്യുക. എംപ്ലോയീസിനെയും വർക്കേഴ്സിനെയും മാനേജേഴ്സിനെയും അവരെ എങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത് ഡീല് ചെയ്യുക.
അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ വന്നു കഴിയുമ്പോൾ ആ എല്ലാം ആവശ്യങ്ങൾക്ക് നമ്മൾ വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കും കൂടിയും ഒരു പ്രോബ്ലം ആകും. പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, നമ്മൾ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് ഉണ്ടാകുന്നതാണ്, പല ശത്രുതകൾ ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ റീസൺ എന്നാന്ന് കൂടിയും അവരെ കൺവിൻസ് ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങളൊരു സേഫ്റ്റി റെക്കമെൻഡേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു എന്നുള്ളത് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളത് പറയേണ്ട ഒരു കാര്യമാണ്. ഇത് അവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സൈറ്റിൽ അല്ലെങ്കിൽ ആ വർക്ക് പ്ലേസിൽ നിങ്ങളുടെ ജോബ് കൃത്യമായി ചെയ്ത് അവിടുത്തെ ആക്സിഡൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമായിരിക്കും, സേഫ്റ്റി ഓഫീസേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ 2 തരത്തിലുണ്ട്. ഒന്ന് വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുന്നവരുണ്ട്, 2 നല്ലപോലെ വർക്ക് ചെയ്ത് ആ സൈറ്റിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കെപ്പോഴും ഓഫ് കോഴ്സ് നമുക്ക് നല്ല പോലെ ജോലി ചെയ്ത് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുത്തിയുള്ള സേഫ്റ്റി ഓഫീസറായിട്ടായിരിക്കും നിൽക്കേണ്ടത്. ബാക്കിയുള്ള കാറ്റഗറിയിൽ വരുന്ന വ്യക്തികളൊക്കെ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തുമ്പോൾ, പൊസിഷൻ ഇൻ ദ സെൻസ് ഏതെങ്കിലും ഒരു അവസ്ഥയിലെത്തുമ്പോൾ അവർ പെട്ടുപോകുന്നതാണ്. സോ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂലായിട്ട് നിങ്ങൾ സൈറ്റിലേക്ക് ഇറങ്ങുക, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവിടുത്തെ വർക്ക് സൈറ്റുകൾ എങ്ങനെ, വർക്ക് പ്ലേസുകളും അതേപോലെ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക, അതിലുള്ള ഫോൾട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ സ്കിൽ അതുവഴി ഡെവലപ്പ് ചെയ്ത് അവിടെ ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുത്തിക്കാനായിട്ട് നോക്കുക. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല മെറ്റീരിയൽസും റെഫർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ സൈറ്റിൽ ഒരു വർക്ക് അറ്റ് ഹൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ കണ്ടു. ഇതിന് നിങ്ങൾക്കൊരു കൺട്രോൾ മെഷർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ്, നിങ്ങളുടെ നോളജ് വളരെ കുറവായിരിക്കുള്ളൂ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പല രീതിയിലുള്ള സേഫ്റ്റി പബ്ലിക്കേഷൻ ബുക്കുകൾ ഉപയോഗിച്ച് വർക്ക് അറ്റ് ഹൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി അങ്ങനെ നിങ്ങളുടെ സ്കില്ല് ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് ഇത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ സൈറ്റിൽ നടപ്പിലാക്കാൻ നോക്കുക. സോ ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണും, നിങ്ങളുടെ കരിയറും അവിടെ ഡെവലപ്പ് ആവുകയാണ്, നിങ്ങളുടെ പേഴ്സണൽ റെപ്യൂട്ടേഷനും അവിടെ ഇൻക്രീസ് ആവുകയാണ്. സോ ഫ്രണ്ട്സ്, നമ്മളുടെ 2ാമത്തെ പാർട്ട് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. സോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെൽ ഐക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും അലേർട്ട് ആകുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. താങ്ക്